അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഒരു കിഡിലൻ ആപ്ലിക്കേഷനെ കുറിച്ചുള്ള സാധനമാണ്. കിഡിലൻ എന്ന് പറഞ്ഞാൽ അപാര കിഡിലനാണ്. ഇത് ഊടായ്പിൻ്റെ അല്ലെങ്കിൽ ഏറ്റവും ഊടായ്പകളുടെയൊക്കെ ഒരു പ്രോ വേർഷനായിട്ടുള്ള ഒരു ആപ്ലിക്കേഷനെ ഞാൻ കാണിച്ചു തരാം. അതെനിക്കൊരു സുഹൃത്താണ് എനിക്ക് അയച്ചു തന്നെ. എനിക്ക് പുള്ളിയുടെ ഒരു കുറച്ച് പൈസ പോയെന്ന് പറഞ്ഞിട്ട് പുള്ളി എനിക്ക് ആ ആപ്ലിക്കേഷനിൽ കളിച്ച് കുറച്ച് പൈസ പോയെന്ന് പറഞ്ഞിട്ടാണ് എനിക്ക് മെസ്സേജ് ചെയ്യുന്നത്. പിന്നെ സ്വാഭാവികമായിട്ട് ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൗതുകത്തോടെ നോക്കാറുണ്ട്. അങ്ങനെ പുള്ളി എനിക്ക് ഡീറ്റെയിൽ അയച്ചു തന്നു. ഞാൻ പറഞ്ഞു ഞാൻ ആപ്ലിക്കേഷൻ അയച്ചു തരാൻ പറഞ്ഞു. ഞാൻ ആ ആപ്ലിക്കേഷൻ ടെസ്റ്റ് ചെയ്ത് നോക്കി. ടെസ്റ്റ് ചെയ്തപ്പോഴാണ് അതിൻ്റെ ഭയങ്കര രസകരമായിട്ടുള്ള സാധനം ഞാൻ കാണുന്നത്. അപ്പോൾ അതെന്താണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഇപ്പം നമ്മൾ പറഞ്ഞ ആപ്ലിക്കേഷൻ ഞാനൊന്ന് ഓപ്പൺ ആക്കി വയ്ക്കുകയാണ്. ഞാനത് രജിസ്ട്രേഷൻ മുതൽ കാണിച്ചു തരാം അതിൻ്റെ രസകരമായിട്ടുള്ള സംഭവങ്ങൾ. ഇത് അപ്വിൻ എന്ന് പറഞ്ഞിട്ടൊരു ആപ്ലിക്കേഷനാണ്. ആപ്ലിക്കേഷൻ എന്ന് പറയാനില്ല, ടെലിഗ്രാമിലുള്ള ഒരു സാധനമാണ്. അപ്പോൾ ഞാനിതിനെ ജസ്റ്റ് ഒന്ന് വെരിഫൈ ചെയ്യാനായിട്ട് എനിക്ക് അയച്ചു തന്നപ്പോൾ ഞാനൊന്ന് നോക്കാനായിട്ട് ഞാൻ ഈ സാധനത്തിനൊന്ന് ഓപ്പൺ ചെയ്തെടുത്തു. എൻ്റെ അത് രജിസ്ട്രേഷൻ മുതലുള്ള കലാപരിപാടിയെല്ലാം കാണിച്ചിട്ട് ഭയങ്കര രസകരമായിട്ടുള്ള സാധനമാണ്. നമ്മൾ രജിസ്റ്റർ ചെയ്യണം. സാധാരണഗതിയിൽ ഇപ്പോൾ വൺവിൻ പോലുള്ള ആപ്ലിക്കേഷൻ ഉണ്ടാകുന്ന അതേ ഒരു ഇൻ്റർഫേസാണ് കാണിച്ചേക്കുന്നത്. ക്വിക്കും സോഷ്യലൊക്കെ ആയിട്ട് അവർ പറഞ്ഞിട്ടുണ്ട്. സോഷ്യൽ എടുത്തു കഴിഞ്ഞാൽ ഒന്നും കാണാനില്ല. ക്വിക്ക് എന്നുള്ള സാധനം കൊടുക്കാം. ഇനി ക്വിക്ക് രജിസ്ട്രേഷൻ കൊടുക്കുമ്പോൾ നമുക്ക് നമ്പർ അടിക്കാനാണ് പറയുന്നത്, ഫോൺ നമ്പർ. ഓക്കെ, ഫോൺ നമ്പർ നമുക്ക് എന്തും അടിക്കാം. ഞാനിപ്പോൾ അടിച്ച് കാണിച്ചു തരാം. 156879. ഇവൻ്റെ അകത്ത് റെഡ് തീരുന്നവരെ അങ്ങ് അടിച്ചാൽ മതി. ഓക്കെ, ഇങ്ങനെ ഒരു ഫോൺ നമ്പർ ഈ ഭൂലോകത്തില്ല എന്നുള്ളത് ആലോചിക്കുക. മെയിൽ ഐ ഡി ഞാനിപ്പോൾ ഒരു മെയിൽ ഐ ഡി ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. എൻ്റെ ഒരു ഇതിൻ്റെ പേരാണ് കുൽസിതൻ കമ്പനി. ഓക്കെ, പാസ്വേഡ് നമുക്ക് എന്ത് വേണം, എന്തെങ്കിലും അടിക്കുക. പാസ്വേഡ് എളുപ്പത്തിൽ 123455H ആയിക്കോട്ടെ. നമ്മൾ രജിസ്റ്റർ ചെയ്തു. ഇമെയിൽ ഐ ഡി ഓൾറെഡി രജിസ്റ്റേർഡ് ആണ്. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, നമുക്ക് വേറെ കൊടുക്കാം. ഓക്കെ, പാസ്വേഡ് തന്നെ 123456H എന്നാണ്. അപ്പോൾ ഞാൻ രജിസ്റ്റർ ചെയ്യാണ്. വെയിറ്റിംഗ് ഫോർ ദ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആയി. ഇങ്ങനൊരു ഫേക്ക് നമ്പർ ഇട്ട് സാധനം രജിസ്റ്റർ ചെയ്തു. അത് രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്തു. അതാണ് ഇതിൻ്റെ അതുള്ള മെയിൻ ഹൈലൈറ്റ്. ഫസ്റ്റ് ഇൻ്റർഫേസിൽ നമുക്ക് കാണുമ്പോൾ മനസ്സിലാകും അതൊരു ഫേക്ക് ആണെന്നുള്ള സാധനം. കാരണം അങ്ങനെ ഒരു ഇൻ്റർഫേസിലും നമുക്ക് കൃത്യമായിട്ടുള്ള നമ്പർ അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള ഫോൺ നമ്പർ അല്ലെങ്കിൽ ഉറപ്പായിട്ടും അത് ഫേക്ക് ആയിരിക്കും. കാരണം അങ്ങനത്തെ ഒരു നമ്പർ പോലും അക്സെപ്റ്റ് ചെയ്യേണ്ട കാര്യമില്ലൊരു ആപ്ലിക്കേഷൻ. പക്ഷേ ഇവിടെ ഇവർ അക്സെപ്റ്റ് ചെയ്യും. ഏതെങ്കിലും ഒരു മെയിൽ ഐ ഡി കൊടുത്താൽ മതി. ഞാനിപ്പോൾ മറ്റത് ഓൾറെഡി ഇത് ടെസ്റ്റ് ചെയ്യാനായിട്ട് ഞാൻ ആദ്യം കൊടുത്ത കുൽസിതൻ കമ്പനി ഓൾറെഡി ഞാൻ ഇതിൻ്റെ അകത്ത് രജിസ്റ്റർ ചെയ്തുകൊണ്ടാണ് അത് റിജക്റ്റ് ചെയ്തത്. ഇതിൻ്റെ അകത്ത് ഇവർ ഏവിയേറ്ററിൻ്റെ ഒക്കെ ഗെയിം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സ്പ്രൈബിൻ്റെ പവേർഡ് ബൈ സ്പ്രൈബ് എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഇൻ്റർഫേസ് കാണുമ്പോൾ നമ്മൾ സാധാരണ കാണുന്ന ഇൻ്റർഫേസ് പോലെയൊക്കെ തന്നെ ഇരിക്കുമെങ്കിലും ഇതൊരു ക്ലോൺഡ് വേർഷനാണ്. അതാണ് ഇതിൻ്റെ അകത്തുള്ള ഹൈലൈറ്റ്. ഇതിൻ്റെ അകത്തുള്ള ഫ്ലൈറ്റിൻ്റെ വേഗതയും മൂവ്മെൻറ്റും നിങ്ങൾ നോക്കിയാൽ മതി. അപ്പം നിങ്ങൾക്ക് കാര്യം മനസ്സിലാകും ഇത് റിയലാണ് ഫേക്കാണെന്ന്. സാധാരണഗതിയിൽ ഒരു ഫ്ലൈറ്റ് ടേക്ക് ഓഫും അതിൻ്റെ ക്രാഷിംഗ് പോയിൻറ്റും നോർമലി ഒരെണ്ണം പോയി കഴിഞ്ഞാൽ അടുത്തത് ക്രാഷ് ആകാനായിട്ട് നോർമലി ഒരു 12 സെക്കൻഡ് എടുക്കുക. പക്ഷേ ഇവിടെ ഫ്ലൈറ്റ് പൊങ്ങാൻ ഒരു 3 സെക്കൻഡ് തീരും, 4ാമത്തെ സെക്കൻഡ് കൊണ്ട് ക്രാഷും തീരും. സോ ഇറ്റ് ഈസ് എ ഫേക്ക് ആപ്ലിക്കേഷനാണ്. ഇതൊന്നാമത്തെ കാര്യം. പിന്നെ നിങ്ങൾക്ക് നോർമലി കിട്ടുന്ന ഒരു ഇൻ്റർഫേസിൽ നിന്ന് നിങ്ങൾക്ക് ഇതിൻ്റെ ബാക്കിൽ അല്ലെങ്കിൽ നമുക്കതിനെ ചെക്ക് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഇതിൻ്റെ അകത്ത് മിനിമം ഡെപ്പോസിറ്റ് ഇവർ 1500 രൂപയാണ് പറയുന്നത്. ഓക്കെ, ഓർക്കുക, നോർമലി ഉള്ള ആപ്ലിക്കേഷനിലൊന്നും 1500 ഉണ്ടാവില്ല. മിനിമം ഒരു 300 മുതൽ, അല്ലെങ്കിൽ ലോട്ടറി പോലുള്ള ആപ്ലിക്കേഷൻസ് ആണെങ്കിൽ അതിൽ എപ്പോഴും 100 അല്ലെങ്കിൽ 110 മുതലെങ്ങാണ്ടാണ് അതിൻ്റെ അകത്ത് വരിക. എന്തായാലും 1500 വരില്ല. UPI ആണെങ്കിലും ഗൂഗിൾ പേ ആണെങ്കിലും ഇവർ കാണിക്കുന്നത് 1500 മുതലാണ്. സോ ഇറ്റ് ഈസ് എ ഫേക്ക് വൺ. ഇനി അതിൻ്റെ അകത്ത് പ്രൊമോ കോഡ് അടിച്ച് അല്ലെങ്കിൽ ബോണസ് നിങ്ങൾക്ക് 0% ആണ്. എമൗണ്ട് 1500 അടിച്ചാൽ 1500 രൂപ നിങ്ങൾക്ക് ബോണസ് തരുമെന്നാണ് പറയുന്നത്. ഓക്കെ, നിങ്ങൾ എത്ര ഇടുന്നു അതിൻ്റെ ഈക്വൽ തുക ബോണസായിട്ട് കിട്ടും. അങ്ങനെ നോർമലി ഒരു ആപ്ലിക്കേഷൻസും തരാറില്ല. സോ ഇറ്റ്സ് എ ഫേക്ക് വൺ. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ അകത്തുള്ള ഡെപ്പോസിൻ്റെ കാര്യങ്ങളൊക്കെ അവർ കാണിച്ചേക്കുന്നത്. ഇനി ഞാനതെന്തായാലും ബാക്കിലേക്ക് പോകാം. ശരി, പിന്നെ ഇവർ കൊടുത്തേക്കുന്നത് ചിക്കൻ റോഡ് എന്നുള്ള ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള സാധനമാണ് ചിക്കൻ റോഡ് എന്നുള്ളത്. ഇതും നമ്മൾ ഈ പറയുന്ന ബാക്കിയുള്ള ആപ്ലിക്കേഷൻ എന്നുള്ളതിൻ്റെ ക്ലോൺ തന്നെയാണ്.
ഇപ്പോൾ നമ്മൾ പ്ലേ ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ എൻ്റെ കയ്യിൽ ഫണ്ടില്ലാത്തതുകൊണ്ട് അവർ പ്ലേ ചെയ്യാൻ സമ്മതിക്കില്ല. പിന്നെയുള്ളത് സ്ലോട്ട്, സപ്പോർട്ട് എന്നൊക്കെ പറഞ്ഞ് തന്നിട്ടുണ്ട്. സപ്പോർട്ടിൽ നിന്ന് കയറി വെക്കാം. സപ്പോർട്ടിൽ കയറി കഴിഞ്ഞാൽ നേരെ ബോട്ടിലേക്കാണ് പോകുന്നത് കേട്ടോ. സപ്പോർട്ട് ബോട്ടിലേക്കാണ് പോവുക. അപ്പോൾ അതിൻ്റെ അകത്ത് വലിയ കാര്യമൊന്നുമില്ല. സപ്പോർട്ട് ബോട്ടിനെ കിട്ടിയിട്ടും വലിയ കാര്യമൊന്നുമില്ലാത്തതുകൊണ്ട് നിങ്ങൾ ആലോചിച്ചേക്കുക, ഇങ്ങനൊരു കിടിലൻ ആപ്ലിക്കേഷൻ നല്ല ഒന്നാന്തരം ഫേക്കായിട്ട് അവർ ക്രിയേറ്റ് ചെയ്തേക്കാം. അപ്പോൾ ഇതിൻ്റെ അകത്ത് നിങ്ങൾ 1500 രൂപ കൊണ്ടുപോയി മുടക്കി നിങ്ങൾ ഗെയിമിൻ്റെ അവരുടെ, ഞാൻ ആ ഗ്രൂപ്പും കൂടി നോക്കി. ഗ്രൂപ്പിൽ പുള്ളി ഒരു പ്രൈവറ്റ് വീഡിയോ ആണ് ക്രിയേറ്റ് ചെയ്തത്. യൂട്യൂബിൽ ഒരു പ്രൈവറ്റ് വീഡിയോ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്കാണ് കൊടുക്കുന്നത്. എന്നിട്ട് പുള്ളി ഭയങ്കര ടെക്നിക്കലി സൗണ്ടായിട്ടൊക്കെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ കൊള്ളാം. പക്ഷേ എന്നിട്ട് പിന്നെ അതിൻ്റെ അകത്ത് സ്ക്രീൻഷോട്ടുകളുടെ ഒരു മേളമാണ്. അതിൻ്റെ അകത്ത് സ്ക്രീൻഷോട്ടുകൾ എന്ന് പറഞ്ഞാൽ വിൻ ചെയ്ത ആളുകളുടെ, പിന്നെ ഓക്കെ പുള്ളിയുടെ ഇതിൽ സ്ക്രീൻഷോട്ടുകളുടെ മേളമാണ്. ഐഫോൺ വാങ്ങിക്കുന്നു, 41,000 രൂപ ബാലൻസ് ഉണ്ടാക്കുന്നു, പിന്നെ പുള്ളിയുടെ ഒരു റിവ്യൂ കൊടുക്കുന്നു. മൊത്തം ഹിന്ദിയാണ് കേട്ടോ. ശർമ്മ അത് ഹെഡ്സെറ്റ് വാങ്ങിച്ചേക്കുന്നു, ലാപ്ടോപ്പ് വാങ്ങിച്ചേക്കുന്നു. അങ്ങനെ ഐഫോൺ, ലാപ്ടോപ്പ് ഇങ്ങനെയുള്ള സാധനങ്ങളാണ് മൊത്തത്തിൽ. പിന്നെ പ്ലേ സ്റ്റേഷൻ, പിന്നെ ഇലക്ട്രിക് സ്കൂട്ടർ ആരുടെ വീട്ടിൽ കിടക്കുന്ന സാധനമാണ്. ഇവിടെയൊക്കെ സാധാരണ നാട്ടിൽ ഇവിടെ ഉപയോഗിക്കുന്ന ആളുകൾ ഉപയോഗിക്കുന്ന സാധനമാണ്. പിന്നെ പുള്ളി ഫുഡ് കഴിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ സാധനങ്ങൾ. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾ അറിയേണ്ടത് പക്കാ ഫേക്കാണ്. അപ്പോൾ ഈ ഫേക്ക് സാധനത്തിൽ നിന്ന് പോയി ചാടരുത്. അപ്പോൾ നമുക്ക് ഇതുപോലുള്ള ഫേക്കും അല്ലാത്തതുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് പുതിയ വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.